നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ചർച്ചകൾ ട്രേഡിംഗ് വ്യൂ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞത് കേട്ട പ്രകാരം ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ഫോണിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ അത് ആപ്പാണോ ഹോം സ്ക്രീനാണോ ആഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നാലും ഞാൻ നോക്കാൻ നിൽക്കില്ല. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരുപാട് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചത് പലർക്കും പല രൂപത്തിലായിരിക്കും കിട്ടുക. പക്ഷേ നമ്മൾ ഓവറാൾ അതിൻ്റെ ഒരു സംഗതികൾ ഇങ്ങനെ നോക്കി വെക്കുക. ഏറ്റവും താഴെ കണ്ടെങ്കിൽ ഇവിടെ ഒരു വാച്ച് ലിസ്റ്റ് എന്നുള്ളത് ഏറ്റവും താഴെ വാച്ച് ലിസ്റ്റ്. ഇതിൻ്റെ പുറത്ത് ചാർട്ട് കണ്ടോ, ചാർട്ട് നമ്മൾ പ്രസ് ചെയ്തപ്പോൾ ഡയറക്റ്റ് അത് വന്നു. എക്സ്പ്ലോറുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ മാർക്കറ്റ് ഇങ്ങനത്തെ കുറേ ന്യൂസ് അതുപോലെ കാര്യങ്ങൾ വരും. ഐഡിയാസ് ഇങ്ങനത്തെ ഓരോ സംഗതികളുണ്ട്, ഓരോ ആളുകളുടെ ചാർട്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ മെനു ഇതുമായി ബന്ധപ്പെട്ട കുറേ സംഗതികൾ ഇവിടെ കിട്ടും. ഇനി ഞാൻ വീണ്ടും ഏറ്റവും താഴെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വാച്ച് ലിസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഇതേപോലെ വന്നു. ഈ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഒരുപാട് പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളൊരു പേര് ഞാനിപ്പോൾ ഒരു BTC അല്ലെങ്കിൽ US ഓയിൽ ഞാൻ അതിൽ ഒന്ന് പ്രസ് ചെയ്തു. US ഓയിൽ പ്രസ് ചെയ്തത് ഏത് കറൻസി നമുക്ക് എടുക്കാം. ഇനി നമ്മൾ സ്ക്രീനിൽ അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. സ്ക്രീനിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കാം. ഏറ്റവും താഴെ നമുക്ക് ഇവിടെ ഇങ്ങനെ 1D എന്ന് കാണുന്നുണ്ട്, 5D കാണുന്നുണ്ട്, 1M 3M 6M ഇതൊക്കെ എന്താ അറിയും. ഇതാണ് ടൈം ഫ്രെയിം. നമ്മളെന്താ പഠിച്ചത്? 1D ആക്കിയ 1 ഡേയിലെ ടൈം ഫ്രെയിം. അതായത് ഓരോ ക്യാൻഡിലും ഒരു ദിവസത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നർത്ഥം. 5D ആക്കിയാൽ 5 ദിവസത്തെ ഡാറ്റ ഒറ്റ ക്യാൻഡിലാണ് കാണുക. അപ്പോൾ അതായത് ഓരോ ക്യാൻഡിലും 5 ദിവസത്തെ റെപ്രസെൻറ്റ് ചെയ്യണതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിനകത്ത് നമ്മൾ കാണുന്നൊരു കാര്യം എന്താണ്? ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സാധനം അതൊന്ന് ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കുക കണ്ടോ, ചാർട്ട് മാറി. വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെയായി. കണ്ടോ, ഇങ്ങനെ മാറിയപ്പോൾ ലൈനായി, ഇങ്ങനെ ആക്കിയപ്പോൾ ക്യാൻഡിലായി. ഇനി ഈ സ്ക്രീനുമ്പോൾ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതുക്കെ വലിക്കുക. അപ്പോൾ ഇത് മാറി, US ഓയിൽ മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ US ഓയിൽ മാറിപ്പോയി. ഓക്കെ, ഇങ്ങനെ എന്താ ഇങ്ങോട്ട് വരാത്ത അല്ല, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ. ഇതായിരിക്കും ഒരു മൂലൊക്കെ പോയി നിൽക്കാമെന്ന് പറഞ്ഞ സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതൊരു ഹോം സ്ക്രീൻ ഫുള്ളാക്കിയപ്പോൾ കിട്ടുന്നുണ്ട്. യെസ്, ഒന്നുകൂടി നോക്കാം. US ഓയിൽ എടുത്തു. എനിക്ക് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇനി ഇവിടെ കണ്ടങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്തു. ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ 1 ഡേ 5D 1M 3M 6M ഇങ്ങനെ വന്നതിൻ്റെ ഇതിൻ്റെ നേരെ ഇവിടെ നോക്കിയ ഒരു സ്ക്വയർ അതിമൊന്ന് പ്രസ് ചെയ്തപ്പോൾ ഫുൾ സ്ക്രീനായി. കണ്ടോ, ഇനി ഈ ചാർട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് കൂടെ നീക്കാം. കണ്ടോ, അതേപോലെ തന്നെ ഈ പ്രൈസിൻ്റെ അവിടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനും പറ്റും. നമ്മൾ റൈറ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾ താഴത്ത് നോക്കിയ ഡേറ്റ് മാസം മാറിപ്പോണത് സെപ്റ്റംബർ ആഗസ്റ്റ്. കണ്ടോ, സ്ക്രീൻ അനുസരിച്ച് പൊന്തിക്കും താഴത്തൊക്കെ ചെയ്യേണ്ടി വരും. ഒന്നുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. ഒന്നുകൂടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ഡാറ്റ നമുക്ക് ഇതിൽ കാണാനൊക്കെ പറ്റും. കണ്ടോ, ഇത് XAU USD അതായത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇതിലാണ് കാര്യം. സോ കണ്ടോ, നമ്മൾ ഏത് രൂപത്തിൽ സ്ക്രീനിൽ വിരൽ പൊക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, ഇനി ഇത് ഏത് ടൈം ഫ്രെയിം ആണെന്ന് നോക്കാം. ഇവിടെ ഈ 22 എന്ന് കാണുന്നതിൻ്റെ താഴത്ത് നോക്കിയ 4H എന്ന് കാണുന്നുണ്ടോ? ഈ 4H ക്ലിക്ക് ചെയ്യുമ്പോൾ 4 അവർ ഇങ്ങനെ വരും. ഈ 4 അവർ മാറ്റിയിട്ട് ഞാൻ ഒരു 5M ആക്കാം, 5 മിനിറ്റ്. അപ്പോൾ ഒരു ക്യാൻഡിൽ ഇപ്പോൾ വേറെ കുറേ രൂപത്തിലെ ക്യാൻഡിൽ വന്നില്ലേ? ഇവിടെ ഓക്കെ, ഇപ്പോൾ തുരുതുരാ ക്യാൻഡിൽ വന്നില്ലേ? എന്തുകൊണ്ട്? കാരണം ഓരോ ക്യാൻഡിലും 5 മിനിറ്റ് കഴിയുമ്പോൾ ക്ലോസ് ആയി അടുത്ത ക്യാൻഡിൽ, അത് 5 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആയി അടുത്ത ക്യാൻഡിൽ, ഇങ്ങനെയാണ് വരിക 5 മിനിറ്റ് ആക്കുമ്പോൾ. ഇനി ഇവിടെ തന്നെ വീണ്ടും നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. കണ്ടോ, 1H ആക്കുക. അവേഴ്സിൽ 1H ആക്കുമ്പോൾ കണ്ടോ കുറച്ചും കൂടി ഡീസൻ്റായി. തുരുതുരാ ക്യാൻഡിൽസിൻ്റെ പകരം ഒന്നുകൂടി ഒരു ഇതായില്ലേ ക്യാൻഡിൽ. അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ, മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് എന്ത് കാണാം? ഈ ബ്ലൂ കളറിൽ ഈ കണ്ടോ, റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിൽ ഇനി ഈ ക്യാൻഡിൽ ക്ലോസ് ആവാൻ 18 മിനിറ്റ് ബാക്കിയുണ്ട്. കാരണം ഇത് 1 അവർ ആയതുകൊണ്ട് ആ ക്യാൻഡിൽ നേരെ നമ്മൾ വെറുതെ വിരൽ അമർത്തി പിടിച്ചാൽ നമുക്ക് എന്ത് കാണാം? താഴത്ത് കണ്ടോ 2:30 ആ ക്യാൻഡിൽ 14:30 കാണുന്നുണ്ടോ? അത് 2:30. അപ്പോൾ 3:30 ഈ ക്യാൻഡിൽ ക്ലോസ് ആവുള്ളൂ. ഇതെവിടെ പോയിട്ട് ക്ലോസ് ആവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് സംഗതി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇങ്ങനെയൊക്കെയാണ് കാണാം. അതുകൊണ്ട് ഞാൻ ആ വാച്ച് ലിസ്റ്റിലേക്ക് വന്നു. വാച്ച് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ US ഓയിൽ എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഈ സാധനത്തുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ചാർട്ടിൻ്റെ സ്വഭാവങ്ങൾ ഇവിടെ മാറുന്നുണ്ട്. ഈ ഫുൾ സ്ക്രീൻ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഏറ്റവും താഴെ സെറ്റിങ്സ് ഉണ്ട്. ഏറ്റവും താഴെ സെറ്റിങ്സ് ആണ്. ഇവിടെ കണ്ടോ, ഈ നീക്ക ഭാഗത്തുണ്ടോ സെറ്റിങ്സ്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, സെറ്റിങ്സ് ഉണ്ട്. ഇനി ഈ ചാർട്ട് ഞാൻ ജസ്റ്റ് ഈ അറ്റത്ത് അധികം ക്ലിക്ക് ചെയ്തു. കണ്ടെങ്കിൽ ഈ ഏറ്റവും അടിയിൽ കാണുന്ന ഈ അറ്റത്ത് ഈ സാധനത്തുമ്പോൾ ക്ലിക്ക് ചെയ്തു. ഈ ബൾബിൻ്റെ പുറത്തുള്ള ഇങ്ങനെ കാണാം. സേവ് ചാർട്ടെന്നും ഷെയർ ചാർട്ട് ഇമേജ് എന്നും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സേവ് ചാർട്ട് ഇമേജ് ആക്കി നമ്മൾ ഫോണിൽ അത് സേവ് ആവും. കണ്ടോ, മുകളിൽ നോക്കിയേ എൻ്റെ ഫോണിൽ സേവ് ആയി. ഇനി എനിക്ക് ഫോണിൽ നിന്ന് അത് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്. ഇനി ഷെയർ ചാർട്ട് ഇമേജ് കൊടുത്താലോ ഇങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെ വരും. ഇത് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പ് പ്രസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വാട്സപ്പിലോട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര ഉള്ളൂ ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഏറ്റവും താഴെയാണ് ഇതിൻ്റെ കളിയൊക്കെ കിടക്കുന്നത്. വാച്ച് ലിസ്റ്റ്. ഇന്ത്യൻ മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ട ആൾക്കാർക്ക് ഏറ്റവും മുകളിൽ ഉണ്ടോ? ഇന്ത്യൻ ഉണ്ട്,
ഇന്ത്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട്. ഇപ്പോൾ റിലയൻസ് USD INR ഇതാ USD INR അതിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. ഇതാണിപ്പോൾ നേരത്തെ മറ്റാരോ വേറെ പറഞ്ഞ് ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കുണ്ടോ ഈ ക്യാൻഡിൽസിൻ്റെ ഇവിടെ ഉണ്ടോ ഇവിടെ സ്ക്രീനിൻ്റെ ഇവിടെ ക്യാൻഡിൽസുമ്പോൾ പ്രസ് ചെയ്ത ക്യാൻഡിലാവും. ലൈൻ ചാർട്ടും ഈ ഏരിയ ചാർട്ടും ഒക്കെ മാറിയിട്ട് ഇതിങ്ങനെ ആവും കേട്ടോ. ഇവിടെ ഈ ഇതിമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആവും. ഫുൾ സ്ക്രീൻ ആകുമ്പോൾ നേരിട്ടിട്ട് ഏറ്റവും താഴെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പ്രസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചു, ഏറ്റവും താഴെ ചാർട്ടിലേക്കാണ് അത് പോയത്. കണ്ടോ ഇവിടെ ചാർട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇതിനകത്ത് ഇനി വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് പറയുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏറ്റവും താഴെ നമ്മളിങ്ങനെ ഈ ഭാഗത്ത് എഡിറ്റ് ഈ എഡിറ്റിനകത്ത് നമുക്കിവിടെ കുറേ സാധനങ്ങളുണ്ട് കണ്ടോ. ട്രെൻഡ് ലൈൻ ഇവിടുന്ന് കൊടുത്തിട്ട് വരക്കാൻ പറ്റും കണ്ടോ. ഇവിടെ ട്രെൻഡ് ലൈൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. ഇത് ഓരോന്നും ഓരോ സംഗതിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊന്നും നമ്മളെല്ലാം കൂടി ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ഇത് എടുക്കാനുള്ളത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നും എടുത്തു വിചാരിക്കാം. ഇതിപ്പോൾ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ആഡ് ടു ഫേവറേറ്റിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അതിങ്ങനെ കാണാനൊക്കെ പറ്റും. അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഈ സർക്കിളിൻ്റെ ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് ഇവിടെ ജസ്റ്റ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക, വലുതാക്കുക കണ്ടോ. എന്നിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, അതിമൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ എങ്ങോട്ട് വേണമെങ്കിലും നീക്കി ഇങ്ങനെ കൊണ്ടുവരിക ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് 1 ഹവറിൻ്റെ ചാർട്ടാണ്. ഈ 1 ഹവർ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ എന്നിട്ട് 1 മിനിറ്റ് ആക്കി നോക്കിയേ കണ്ടോ. വലിയ സാധനങ്ങൾ നിൽക്കണുണ്ടോ. 1 മിനിറ്റ് ആക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൈകൊണ്ട് മേലോട്ട് അടിയിലൊക്കെ ആക്കുക. നേരത്തെ നമ്മൾ വരച്ച വട്ടം എവിടെ, അതാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ ആ വട്ടം എവിടെ. വട്ടം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഏതായാലും പോട്ടെ. ഇതിപ്പോൾ ആകെ തലമുറ USD INR ആയതുകൊണ്ടാണ് ഇതൊരു ഐഡിയ ഇട്ടത്. അല്ലെങ്കിൽ 1 മിനിറ്റ് മാറ്റിയിട്ട് നമുക്കൊരു ഒരു 15 മിനിറ്റ് ആക്കാം. ആ വട്ടം എവിടെ പോയി നമുക്ക് കാണാമല്ലോ. അതാണ് ഓക്കെ. നേരത്തെ നമ്മൾ വരച്ച വട്ടത്തിൽ ഇത്ര കുറേ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ഈ 50 മിനിറ്റ് മാറ്റി 1 ഹവർ ആക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടായിരുന്നത് കണ്ടോ. നേരെ മറിച്ച് 1 ഹവർ മാറ്റിയിട്ട് നമ്മളവിടെ ഒരു 15 മിനിറ്റ് ആക്കിയപ്പോൾ എന്താ കണ്ട്. ഓക്കെ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. 1 ഹവറിൻ്റെ ഉള്ളിൽ നടന്നത് അത്രയാണെങ്കിൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും കൂടി മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ ഉണ്ട് അല്ലേ. മാർക്കറ്റ് ഇതേപോലെ ഓരോ ക്യാൻഡിലായിട്ട് ഇങ്ങനെ വന്ന് താഴത്തോട്ട് വെക്കപ്പെട്ടു പോകും. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ഫ്രാക്റ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കാൻ പറ്റുക, അതാണ് ഫ്രാക്റ്റൽസ്. അപ്പോൾ ടൈം ഫ്രെയിം ചെറുതാക്കുക വലുതാക്കുക ഇതൊക്കെയാണ് അതിൻ്റെ കാര്യം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ വെച്ചൊരു സംഭവം, ഇതിൽ പ്രൈസിൻ്റെ ഏറ്റവും താഴെ സെറ്റിങ്സ് കാണുന്നുണ്ട്. ഇതിമ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊരു ഏറ്റവും താഴെ മോർ സെറ്റിങ്സ് അതിമൊന്ന് എടുത്തു. മോർ സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇതിലല്ല, ഏറ്റവും മോൾ സ്കെയിൽസ് ആൻഡ് ലൈൻസ് എന്നുള്ള ഭാഗത്ത് ഇതിൻ്റെ ആരോ മാർക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ക്യാൻവാസ് കണ്ടോ, 1 2 3 4 ഓപ്ഷൻ ക്യാൻവാസ് അതിമൊന്ന് അമർത്തി. ഇവിടെ കണ്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രിഡ് ലൈൻസ് ക്രോസ് എയർ വാട്ടർമാർക്ക്. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടർമാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. വേണമെങ്കിൽ അതിൻ്റെ കളേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ ഞാൻ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഓക്കെ, ഏറ്റവും താഴെയുള്ള ഓക്കെ ഇവിടെ അടിച്ചു. ഇത് കാണുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു USD INR ഒന്നുകൂടി കളർ കൂട്ടി കാണിച്ചു തരാം. ഒന്നുകൂടി എടുക്കാം നമുക്ക്. മോർ സെറ്റിങ്സ് എടുത്തു. സ്കെയിൽസിൻ്റെ ബാക്കിൽ ക്യാൻവാസ് വാട്ടർമാർക്ക് ഒരു ബ്ലാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ ആയിക്കോട്ടെ. ഓക്കെ ഈ ഗ്രേ അടിച്ചു ഓക്കെ അടിച്ചു. നോക്കിയേ നമ്മൾ സ്ക്രീനിൻ്റെ ബാക്കിൽ വന്ന് നോക്കിയേ കണ്ടോ USD INR. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ചാർട്ട് എന്തിൻ്റെ ചാർട്ടാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിലൊക്കെ അറിയാം. USD INR ഒക്കെ കാണുമ്പോൾ തന്നെ ഭ്രാന്ത് തന്നെ. നമുക്ക് വല്ല BTC ഒക്കെ എടുക്കാം, ഒരു ഡീസൻ്റായി. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അങ്ങനെ വാട്ടർമാർക്ക് രീതി കാണിക്കാൻ പറ്റും USD INR. ഞാൻ അതിൻ്റെ കളർ കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, മോർ സെറ്റിങ്സ് എടുക്കുക, സ്കെയിൽസ് ആൻഡ് ലൈൻസ് ബാക്ക് അടിക്കുക, ക്യാൻവാസിലോട്ട് വരിക, വാട്ടർമാർക്ക് എടുക്കുക, എന്നിട്ടൊരു ലൈറ്റ് ഗ്രേ പ്രസ് ചെയ്തു ഓക്കെ കൊടുത്തു. ഇത് മതി. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നണില്ല അല്ലേ. ഓക്കെ, ഇങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. ഇനി ഈ സെറ്റിങ്സിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ലൈൻസ് കണ്ടോ, ഇവിടെ ലൈൻസ് എന്നുള്ള ഭാഗം, ലൈൻസിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം പ്രീവിയസ് ഡേ ക്ലോസ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ ലൈൻ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കണ്ടോ. അതൊന്നും ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളിപ്പോൾ അതൊന്നും എടുക്കണം എന്നില്ല. ഞങ്ങൾ പരമാവധി ചാർട്ട് ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ നോക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യത്തിൽ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിലെന്താണ് നിങ്ങൾക്ക് ചെറുത് വലുത് എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ നമുക്ക് ക്യാൻഡിൽസിൻ്റെ ഇങ്ങനെ വലുതാക്കി നോക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ചെറുതാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. കാരണം ട്രെൻഡ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ആരോ പറഞ്ഞു ട്രെൻഡ് ലൈൻ ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ഇതിപ്പോൾ ട്രെൻഡ് ലൈൻ വൃത്തിക്ക് വരച്ച് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇതിപ്പോൾ 50 മിനിറ്റ് അല്ലേ, ഏറ്റവും താഴെ നമ്മൾ എടുത്തു ഡ്രോയിങ്സ് ട്രെൻഡ് ലൈൻ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വരക്കുന്നത്. അവിടെ ഒന്ന് പ്രസ് ചെയ്തു, പ്രസ് ചെയ്ത് പിടിച്ച് നേരെ മേലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരക്കാം. രണ്ടാമത്തെ പോയിൻ്റായിട്ട് രണ്ടാമത്തെ പോയിൻ്റ് ഇതെടുത്ത് ഇങ്ങനെ വരക്കാം. രണ്ടാമത്തെ പോയിൻ്റ് ഇതിൻ്റെ ലോ ആണെങ്കിൽ ഇങ്ങനെ വരക്കാം. ഇനി ഇതാണ് പോയിൻ്റായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ വരക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഇങ്ങനെയാണ് വരക്കാൻ പോകുന്നത്, കാരണം അതാണ് ഏറ്റവും ലോ വന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടി പോസിബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു കണ്ടോ. ഇത്രേ ഉള്ളൂ. ഇതൊന്നും ഇങ്ങനെ ചെറുതാക്കാം വലുതാക്കാം, നമ്മുടെ ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കി വെക്കാം കണ്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ കാര്യം കണ്ടോ. ഇത്രയൊക്കെ മതി, നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയാൽ മതി കണ്ടോ. കറക്റ്റാണ്.
ഇനി നമ്മൾ ഈ 15 മിനിറ്റ് മാറ്റിയിട്ട് ഞാൻ ഇതിനെ ഒരു 1 അവർ അവിടെ ഒരു 3 മിനിറ്റ് ആക്കി. ഓക്കെ, 3 മിനിറ്റ് ആക്കിയപ്പോൾ കണ്ടോ എനിക്ക് ഇങ്ങനെ കിട്ടി അല്ലേ. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇവിടെ ഈ ഭാഗത്തിൽ ഇങ്ങനെ വന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ലാസ്റ്റ് കാണുന്ന ക്യാൻഡിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ. ഇവിടെ നമുക്ക് എന്തെങ്കിലും നോക്കണമെങ്കിൽ ട്രെൻഡ് ലൈൻസിൻ്റെ ഭാഗത്തെടുത്തു. ഇവിടെ നമുക്കൊന്ന് ട്രെൻഡ് ലൈൻ അല്ല സോറി, നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ഇനി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നാക്കുക. ഇപ്പോൾ പോയ ലോ ചേർത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കേട്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. ഒരു ഏരിയ വെച്ചു. ഇനി അടുത്തത് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഏരിയ മാർക്ക് ചെയ്തു. ഉണ്ടോ, ഇങ്ങനെ ഒരു ഏരിയ മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ വരക്കുക. താഴത്തോട്ട് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ താഴെ ഉള്ളതേപോലെ ഇത് എങ്ങനെയാണ് എന്തിനാണ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണുന്നിടത്തൊക്കെ വരക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണുന്നിടത്തൊക്കെ എന്തും വരച്ച് ഏത് രൂപത്തിലും വരക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരച്ച് വെക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഫോണാകുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നും വിഷയമാക്കണ്ട. അതിങ്ങനെ വരച്ച് വെക്കാം. അതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യം. അല്ലെങ്കിൽ ഉണ്ടോ, ഇങ്ങനെയൊക്കെ വരച്ച് വെക്കാം. അപ്പോൾ ഇനി അടുത്ത ടൂൾസ് എടുത്തു. ഞാനിതിൻ്റെ ഒരു ഇതിന് നമ്മൾ മറ്റേ സാധനം ഇവിടെ ഇതവിടെ പാത്ത് വെച്ചു. ഇതിങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ ഒരു അനലൈസേഷൻ ഇങ്ങനെ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊണ്ട് താഴത്തോട്ട് എടുത്തു. ഇവിടുന്ന് ഒരു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളൊരിതുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുത്തു. നമ്മളിവിടെ ഈ ഒരു ഏരിയയിൽ വെച്ച് ഇവിടുന്ന് ആ ഒരു ഏരിയയിൽ വന്നാൽ നമ്മൾ ട്രേഡ് ഇങ്ങനെ എടുക്കും എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്ലാൻ ചെയ്തു. ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ചു. നമുക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ കളർ ഒന്ന് കൂട്ടണം. അപ്പോൾ ജസ്റ്റ് ടൈം ഒന്ന് പ്രസ് ചെയ്തു. ഏറ്റവും മുകളിൽ കണ്ടോ കളർ കോപ്പ് എടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പാസിറ്റി ഒന്ന് നീക്കിയാൽ മതി. കണ്ടോ, കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുമ്പോൾ ഇവിടെ പോയി ചാർട്ട് ക്ലോസ് ചെയ്തു. പെയിൻറ്റും പാട്ട് എടുക്കുക. ഓപ്പോസിറ്റ് ഒന്ന് കുറയ്ക്കുക. ഇത് ഭാഗം കണ്ടോ, റെഡിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ വൃത്തിയായില്ലേ. ഇനിയിപ്പോൾ ഈ ബോക്സിൻ്റെ പെയിൻറ്റും പാട്ട് എടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒക്കെ ഒന്ന് കുറക്കുക. അത്ര മതി. കാരണം നമ്മൾ വിസിബിലിറ്റിനെ മറയാൻ പാടില്ല. ഓക്കെ, ഇതുപോലെ നമ്മൾ വരച്ചിട്ടു. ഇങ്ങനെയൊക്കെ കാണുന്നത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇങ്ങനെയാണ് കാര്യം. നമ്മളിപ്പോൾ എവിടെ ട്രേഡ് എടുക്കണം എന്തേതൊന്നല്ല പറയുന്നത്. മറിച്ച് നമുക്ക് വൺസ് ട്രേഡ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ടൂൾസ് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ബൈ എടുക്കാനും സെൽ എടുക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വൃത്തിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ.